പശ്ചിമേഷ്യയും ആഗോള വിപണിയെയും കഴിഞ്ഞ 3 മാസമായി കടുത്ത യുദ്ധപ്രതിസന്ധിയിലാഴ്ത്തിയ US-ഇറാൻ സംഘർഷത്തിന് ഒടുവിൽ വിരാമമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ സമാധാന കരാർ വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരാറിലെ ഭൂരിഭാഗം നിബന്ധനകളും ഇരുപക്ഷവും ചർച്ച ചെയ്ത് ഏകദേശ ധാരണയിലെത്തിക്കഴിഞ്ഞതായും സമാധാന പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ പ്രാദേശിക ശക്തികളെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെയും ട്രംപ് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിലാണ് ഇപ്പോൾ നിർണായക പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ദീർഘകാലമായി തുടരുന്ന തർക്ക വിഷയമായ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇത്തവണ ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ മാറ്റം വരുത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാന്റെ പക്കലുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കരാറിന്റെ ഭാഗമാണ്. ഈ യുറേനിയം ശേഖരം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ US-ന് നേരിട്ട് കൈമാറുമോ അതോ റഷ്യയിലേക്ക് മാറ്റുമോ അതോ അതിന്റെ സമ്പുഷ്ടീകരണ നിരക്ക് കുറയ്ക്കുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ അന്തിമ വ്യക്തത വരും. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. യുദ്ധത്തെ തുടർന്ന് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക എന്നതിനാണ് ഇറാൻ ഈ ചർച്ചകളിൽ മുൻഗണന നൽകുന്നത്. കൂടാതെ വിദേശത്ത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന $25 ബില്യൺ ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. നിലവിലെ ഈ സമാധാന ധാരണ ഒരു പ്രാഥമിക രൂപരേഖ മാത്രമാണെന്നും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനാണ് തങ്ങളിപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിശദമായ സാങ്കേതിക ആണവ ചർച്ചകൾ കരാർ ഒപ്പിട്ട ശേഷം അടുത്ത 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നടക്കൂ എന്നും ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ വിജയത്തിലെത്തിക്കാൻ സജീവമായി രംഗത്തുണ്ട്. അടുത്ത റൗണ്ട് സമാധാന ചർച്ചകൾക്ക് ഉടൻ തന്നെ പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന നാഡിയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക എന്നത് ഈ കരാറിലെ ഏറ്റവും നിർണായകമായ വ്യവസ്ഥയാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മാസങ്ങളായി തുടരുന്ന യുദ്ധത്തെയും ഉപരോധത്തെയും തുടർന്ന് ഈ കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന വിതരണത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിലക്കയറ്റത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണിക്ക് വലിയ ആശ്വാസം ലഭിക്കും. എന്നാൽ ഈ തന്ത്രപ്രധാന പാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കുമെന്ന കർശന നിലപാടിലാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. തങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ നിബന്ധനകളും പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ അന്തിമ കരാറിൽ ഒപ്പുവെക്കൂ എന്നും നയതന്ത്രം പരാജയപ്പെട്ടാൽ ഇറാനുമേൽ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം ആരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾക്കിടയിലും US സൈന്യം മിഡിൽ ഈസ്റ്റിൽ അതീവ ജാഗ്രത തുടരുകയാണ്.